കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ മരണത്തിൽ സത്യസന്ധവും നീതിപൂർവവുമായ അന്വേഷണം വേണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സാബുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ എംഎൽഎ പി വി അൻവറും കുടുംബത്തെ സന്ദർശിച്ചു. കേസന്വേഷണത്തിന് കട്ടപ്പന എഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഇടുക്കി എസ്പി ടി കെ വിഷ്ണുപ്രദീപ് വ്യക്തമാക്കി. സാബുവിന്റെ വീട്ടിലെത്തിയ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി, മകൻ അബിൻ എന്നിവരുമായി സംസാരിച്ചു. സാബുവിന്റെ ആത്മഹത്യയിൽ സത്യസന്ധമായും നീതിപൂർവമായ അന്വേഷണം വേണം. കുടുംബത്തിന് സർക്കാർ സഹായം നൽകുമോ എന്ന കാര്യത്തിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പുറത്തുവന്ന വിവാദമായ ഫോൺ സംഭാഷണമടക്കം അന്വേഷണ പരിധിയിൽ വരും. കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാന വിഷയം. നിലവിലെ അന്വേഷണത്തിൽ കുടുംബത്തിന് കൃത്യമായ നീതി ലഭിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഉണ്ടായ വിഷയങ്ങളും അടിസ്ഥാന പ്രശ്നങ്ങളുമെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അവർക്ക് പറയാനുള്ളതും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായ കാര്യങ്ങളെല്ലാം ആ നിലയിൽ തന്നെ സത്യസന്ധമായി നീതിപൂർവ്വം നടത്തണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളെ ആ നിലയിൽ കാണും. ഫോൺ സംഭാഷണത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളും ഈ അന്വേഷണത്തിന്റെ പരിധി വരും. സംഭാഷണങ്ങൾ പുറത്തു വന്നു കഴിയും. ഞാനായിട്ട് പറയേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ അതൊക്കെ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരട്ടെ. കൂടാതെ നിലമ്പൂർ എംഎൽഎ പി വി അൻവറും സാബുവിന്റെ കുടുംബത്തെ സന്ദർശിച്ചു. ജീവിക്കാൻ അനുവദിക്കില്ല എന്ന CPM നേതാവിന്റെ ഭീഷണി വട്ടിക്ക് പണം കൊടുത്തിരുന്ന ഗുണ്ടാ സംഘങ്ങളുടെ നിലവാരത്തിലുള്ളതാണ്. സാബുവിനെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്ന പണം കൊള്ളയടിക്കപ്പെടുന്നതായും പി വി അൻവർ ആരോപിച്ചു. ആ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാമെന്ന് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിനോട് പറയുന്നുണ്ടല്ലോ. നേതാവിന്റെ പ്രതി ഞങ്ങൾക്കതൊന്നും കാണണ്ട, നിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ വട്ടിക്ക് പണം കൊടുത്തിരുന്ന എന്താ പറയുക സംഘങ്ങളുണ്ടായിരുന്നു. ആ സംഘങ്ങൾ ഗുണ്ടാ ആളുകളെ വെച്ചിട്ടായിരുന്നു പിരിവ് നടത്തിയിരുന്നു, കാര്യങ്ങൾ നടത്തിയിരുന്നു. ആ നിലവാരത്തിൻ്റെ അപ്പുറത്തേക്ക് CPM പോയി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സാബുവിൻ്റെ മരണം. ഇവർ ആകെ ചികിത്സയ്ക്ക് ചോദിച്ച് 2 ലക്ഷം രൂപയാണ്. ആ 2 ലക്ഷം രൂപ കൊടുക്കാതെ സാബു എന്ന് പറയുന്ന വ്യക്തിയെ അപമാനിച്ച് ആക്രമിച്ച് മരണത്തിലേക്ക് തള്ളിയിടുക. മക്കളോട് പറയാണ്, നമ്മൾ പെട്ടുപോയി മക്കളെ, ഭാര്യയോട് പറഞ്ഞത്, നമ്മൾ പെട്ടുപോയി. അതൊരു സ്ഥാപനമാണ്, നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ്, നമുക്കത് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. കരുവന്നൂരിലൊക്കെ വന്ന വാർത്തകൾ ശരിയായിരുന്നു എന്ന് ഇപ്പോഴല്ലേ ബോധ്യപ്പെടുന്നത്. സാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഇടുക്കി SP ടി കെ വിഷ്ണുപ്രദീപ് IPS കട്ടപ്പനയിലെത്തി. കേസ് അന്വേഷണത്തിന് കട്ടപ്പന ASPയുടെ നേതൃത്വത്തിൽ 2 CIമാർ ഉൾപ്പെടെയുള്ള 9 അംഗ സംഘത്തെ നിയോഗിച്ചു. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയിട്ടില്ല. തെളിവുകൾ ശേഖരിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്നും ഇടുക്കി SP പറഞ്ഞു. ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് കട്ടപ്പന ASPയുടെ നേതൃത്വത്തിൽ ഒരു 2 CIമാർ ഉൾപ്പെടുന്ന 9 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിശദമായ ഒരു അന്വേഷണം തന്നെ ഈ കേസിലേക്ക് നടത്തുന്നതാണ്. അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നതാണ്. അതുപോലെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വിശദമായ അന്വേഷണം SIT നടത്തുന്നതാണ്. അസഫലമില്ല. അന്വേഷണം നടത്തിയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അത് അന്വേഷണത്തിന് ശേഷം ബന്ധപ്പെട്ട എല്ലാ എവിഡൻസും നമ്മുടെ പോലീസ് കളക്ട് ചെയ്ത് വരുന്നുണ്ട്. എല്ലാം പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 20-ാം തീയതിയാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിൽ സാബു ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാ കുറിപ്പടക്കം സാബുവിന്റെ പക്കൽ നിന്നും ലഭിച്ചിരുന്നു.